കുറ്റബോധമാണ് മനസ്സ് നിറച്ച് ഈ വീഡിയോ ചെയ്യാനിരിക്കുന്ന സമയത്ത് ഈ സിനിമ കാണാൻ വൈകിപ്പോയല്ലോ, നിങ്ങളോട് ഇത് കാണണം എന്ന് പറയാൻ വൈകിപ്പോയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ബൈസൺ കാലമാടൻ എന്ന തമിഴ് സിനിമ മാരി സെൽവരാജ് സംവിധാനം ചെയ്തിട്ടുള്ള ധ്രുവ് വിക്രം, അനുപമ പരമേശ്വരൻ, രജിഷ വിജയൻ, പശുപതി തുടങ്ങിയൊരു വലിയ താരനിരയുമായി വന്നിരിക്കുന്ന പാരഞ്ജിത്ത് ഉൾപ്പെടെയുള്ളവർ ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന സിനിമ. ആ സിനിമ ഞാൻ ഒരുപാട് വൈകി തിയേറ്ററിൽ വെച്ച് കണ്ടു. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, പോസിറ്റീവ്സിലും നെഗറ്റീവ്സിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ കിഡിലൻ എക്സ്പീരിയൻസ് ആണ്. ഗംഭീര ഇമോഷണൽ കണക്റ്റ് ഉണ്ടായിരുന്നു സിനിമയിൽ. മാരി സെൽവരാജിൻ്റെ ഒരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പൊളിറ്റിക്കലി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു സിനിമ എന്നുള്ള രീതിയിലായിരിക്കും അതിനെ അപ്രോച്ച് ചെയ്യുക. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതെല്ലാ സൈഡിൽ നിന്നുള്ള പൊളിറ്റിക്സിനെ റെപ്രസെൻ്റ് ചെയ്തെന്ന് എനിക്ക് തോന്നി. പല സൈഡിൽ നിന്നുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം ഈ സിനിമയിലുണ്ടെന്ന് തോന്നി. ഒരു സൈഡിൽ കൂടി മാത്രം നിന്ന് കുറച്ച് ആളുകൾ മാത്രം വില്ലന്മാരായി കാണുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് ഈ ഒരു സിസ്റ്റത്തിനെ അയാൾ ചോദ്യം ചെയ്യുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ധ്രുവ് അടക്കം അതിഗംഭീര പ്രകടനങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു സിനിമ. എടുത്തു പറയേണ്ട ഒരു പവർഫുൾ പശുപതി ഉണ്ട് ഈ സിനിമയിൽ. പിന്നെ കബഡി. മാൻ, ഐ ലൈക്ഡ് ഇറ്റ് എന്നല്ല, ഐ ലവ്ഡ് ദി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോസിറ്റീവ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് ഇതിലെ പ്രകടനങ്ങളാണ്. പശുപതി എന്ന് പറയുന്നത് അതൊരു മുതലാണ്. ഒരു പെയിനുണ്ട്, എന്നാൽ പണ്ട് ഇയാൾ ഭയങ്കര സംഭവമൊക്കെ ആയിരുന്നു എന്ന് പറയുന്ന ഇമേജ് അവിടെയുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു അച്ഛൻ എന്നുള്ള നിലയ്ക്കുള്ള അയാളുടെ പെയിനും, അയാൾ ഇനി കാല് പിടിക്കുകയല്ലാതെ മറ്റു മാർഗ്ഗമില്ല എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അയാളുടെ കുറേ സാധനങ്ങൾ ഒക്കെ ഉണ്ട്. ഗംഭീര പ്രകടനമായിരുന്നു. അനുപമ, രജിഷ രണ്ടുപേരും നന്നായി ചെയ്തിട്ടുണ്ട്. പക്ഷേ രജിഷയും അനുപമയും ഒക്കെ നമ്മൾ മുൻ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ, അവരുടെ മേക്കപ്പ് കുറച്ചും കൂടി ഡൗൺ ചെയ്തു, ടാൻ അടിച്ച് അവരെ പെർഫോം ചെയ്യിച്ചു എന്നുള്ളത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ എനിക്കൊരു വമ്പൻ പ്രകടനം എന്ന് പറയാൻ ഈ സിനിമയിൽ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ നന്നായി ചെയ്തിട്ടുണ്ട്, നമുക്ക് കുറ്റമൊന്നും പറയാനില്ല. പക്ഷേ കുറച്ചും കൂടി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു മാരി സെൽവരാജിൻ്റെ ഒരു സിനിമയിലേക്ക് വരുന്ന സ്ത്രീ കഥാപാത്രം എന്നൊക്കെ പറയുമ്പോഴേക്കും അതിനുള്ള ഒരു പഞ്ച് ഉണ്ടാവണമല്ലോ. അതുപോലെ ധ്രുവിൻ്റെ കാര്യം പറയുമ്പോഴും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അയാൾ ഡയലോഗ് പറയുന്നതിനും അയാളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് ഒരുപാട് കാണിക്കുന്നതിനേക്കാളും ഇതൊരു ഡയറക്ടേഴ്സ് മൂവിയാണ്. എന്ന് വെച്ചാൽ തൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള വിഷ്വൽ, ഓഡിയോ സംഭവങ്ങളൊക്കെ വെച്ചുകൊണ്ട് അയാൾ നമ്മളിൽ ഒരു ഇമോഷൻ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിൽ അയാൾക്കൊരു ആർട്ടിസ്റ്റിനെ, ഈവൻ നായകനാണെന്ന് പറഞ്ഞാൽ പോലും നായകൻ്റെ ഇത്രയും കാണിച്ചാൽ മതി എന്ന് അയാൾ ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. നായകന് ഓട്ടമാണ്. ഈ ഓട്ടം മുഴുവൻ ഓടുകയാണെങ്കിൽ തന്നെ 2-3 മാരത്തൺ ഓടാനുള്ള ഓട്ടം നമ്മുടെ ധ്രുവ് ഇതിനകത്ത് ഓടുന്നുണ്ട്. സിനിമയുടെ തുടക്കത്തിലൊക്കെ ഈ പറയുന്ന ഒരു പെർഫോമർ എന്ന് പറയുന്ന ഒരു സാധനം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും ടുവേർഡ്സ് ദ എൻഡ് അടിപൊളിയാക്കിയിട്ടുണ്ട് മച്ചാൻ. പക്ഷേ ഇതിൽ ധ്രുവിൻ്റെ ഇൻപുട്ട് അല്ലെങ്കിൽ അയാളുടെ ഹാർഡ് വർക്ക് നമ്മൾ കാണുന്നത് ഈ പറയുന്ന കബഡി എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോഴാണ്. മച്ചാൻ എത്ര ഗെയിം കളിച്ചു എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിൻ്റെ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കബഡി എന്ന് പറയുന്നത് അത്രയധികം സ്റ്റാമിന വേണ്ടുന്ന, അത്രയും സ്ട്രെങ്ത്ത് വേണ്ടുന്ന, അത്രയും സ്കില്ല് വേണ്ടുന്ന, നോക്കി കളിച്ചില്ലെങ്കിൽ കയ്യും കാലും എല്ലൊക്കെ ഒടിഞ്ഞു നുറങ്ങി പോകുന്ന ഒരു ഗെയിമാണ്. ആ സാധനം ഈ ആൾ എന്ത് ഗംഭീരമായിട്ടാണ് ചെയ്തു വെച്ചേക്കുന്നത്, എന്തുമാത്രം എഫേർട്ടാണ് അയാൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. അതിനോടുള്ള റെസ്പെക്റ്റാണ്. പുള്ളി അച്ഛൻ്റെ പാതയിൽ തന്നെയാണ്. അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഗംഭീര പ്രകടനങ്ങൾ എന്നുകൂടി ചേർത്ത് വെക്കും. ഈ സിനിമയിലേക്ക് വരുമ്പോൾ എനിക്ക് ഈ ഗംഭീര പ്രകടനം വരുന്നത് ടുവേർഡ്സ് എൻഡാണ് കൂടുതലും ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എഫേർട്ട് ധ്രുവ് വിക്രം അറിഞ്ഞിട്ടിട്ടുണ്ട്. അത് ഇതിനകത്ത് കാണാനുമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇതൊരു ഡയറക്ടർ സിനിമയാണ്. അപ്പം അയാൾക്ക് വേണ്ടുന്ന സാധനങ്ങളെ ഇതിനകത്ത് വേണ്ടുള്ളൂ. അത് അയാൾ അത്രയ്ക്ക് വെച്ച് ചെയ്യിപ്പിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കി അതിൻ്റെ ഇടയിൽ വരുന്ന ഇയാളുടെ പാസ്റ്റ് കാണിക്കുന്നുണ്ട്. നായകൻ അമ്മ നഷ്ടപ്പെടുന്നതിൻ്റെ ഒരു പാസ്റ്റ് ഉണ്ട്. അവിടെ നായകൻ ചുമ്മാ ഇറങ്ങി ഓടുന്നു, അയാളുടെ കുട്ടിക്കാലം ഓടുന്നു. അതിൻ്റെ ഇടയിൽ വേറെ കുറേ സൗണ്ട് എഫക്റ്റുകൾ വരുന്നു, വിഷ്വലി കുറച്ച് എലമെൻറ്റുകൾ കാണിക്കുന്നു. ഇതൊന്നും സീനുകളായിട്ടൊന്നും കാണിക്കുന്നില്ല. പക്ഷേ ഗംഭീരമായിട്ട് അത് നമ്മൾ ആ ഒരു ഭയം ഉണ്ടാക്കും, നമ്മൾ ആ ഒരു ഇമോഷൻ ജനറേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അത് വേറെ ലെവൽ പരിപാടിയാണ് മാൻ. അപ്പോൾ അയാൾക്ക് എന്താണോ വേണ്ടുന്നത് അത് ഇത്ര എനിക്ക് മതി എന്നുള്ള രീതിയിലാണോ, അതോ ഇത്രയും എനിക്ക് കിട്ടിയേ പറ്റുമോ എന്നുള്ള രീതിയിലാണോ, രണ്ടാണെങ്കിലും അയാളത് ചെയ്യിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പെർഫോമർ നിന്ന് പെർഫോം ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ ഡയറക്ടർ അയാളിൽ നിന്ന് മാക്സിമം എടുത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്നാണ് എനിക്കിതിലെ പെർഫോമൻസുകളെ കുറിച്ച് പറയാൻ തോന്നുന്നത്. എല്ലാവരും അതിനുവേണ്ടി എന്താണോ എഫേർട്ട് ഇടേണ്ടത് അത് ഗംഭീരമായിട്ട് കൊടുത്തു നിന്നിട്ടുണ്ട്. ലാൽ, അമീർ, അവരുടെ ആ ഒരു കോംബോ സാധനമൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ ഉണ്ട്. ഇതിലെ നായകൻ്റെ കബഡിക്ക് വേണ്ടിയുള്ള യാത്രയും അതുപോലെ തന്നെ അതിൻ്റെ പൊളിറ്റിക്കൽ സൈഡ് വേറൊരു സൈഡിൽ നടക്കുന്നുണ്ട്. വേറെയും കുറേ ജീവിതങ്ങൾ പല രീതിയിൽ പോകുന്നുണ്ട്. ഇതൊക്കെയും നമ്മൾ സിനിമയിൽ കാണും. ഇപ്പോൾ ഈ സിനിമയുടെ കഥ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടുന്ന് അങ്ങനെ പോയി. പക്ഷേ ഇയാൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇയാളുടെ കാര്യം ഇങ്ങനെയാണല്ലോ എന്ന് പറയുന്നത് പോലെ ഒരുപാട് പറയാനുണ്ട്. പക്ഷേ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ കൃത്യമായി കാര്യങ്ങൾ നമ്മളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പോസിറ്റീവ് കബഡിയാണ്. കബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മാച്ചിൻ്റെ ആ ഒരു അൺപ്രഡിക്റ്റബിൾ സ്വഭാവം. ഇപ്പോൾ സാധാരണ ഒരു സ്പോർട്സ് ഒരു സിനിമയുടെ ഭാഗമായി വരികയാണെങ്കിൽ അത് കുറച്ച് കാണിക്കും,
പിന്നെ അവിടുന്ന് ഇവിടുന്നുള്ള കുറച്ച് കട്ട് ഷോട്ട്സ്, ചില സിനിമകൾ സ്പോർട്സ് സിനിമകൾ എന്നൊക്കെ പറഞ്ഞ് മലയാളത്തിലും തമിഴിലൊക്കെ ഇറങ്ങുന്ന ചില സിനിമകളിൽ നമുക്ക് ഈ പറയുന്ന സ്പോർട്സിലൊന്നും ഫീൽ ചെയ്യൂല. ആ മാച്ചിൻ്റെ ഷോട്ടിന് അപ്പുറത്തേക്ക് ഇവരുടെ ബാക്കിയുള്ള ഭാവാഭിനയവും ബാക്കി ഡ്രാമയും കാര്യങ്ങളൊക്കെയാണ് വരിക. ഇതിനകത്ത് ഇത് പക്ക സ്പോർട്സാണ് എന്ന് വെച്ചാൽ ആ മാച്ചിൻ്റെ അൺപ്രഡിക്റ്റബിൾ സ്വഭാവവും അതിനകത്തുള്ള ഡേഞ്ചർ സംഭവം, അതിനുവേണ്ടി നമ്മുടെ നായകനടക്കമുള്ള ആളുകൾ ഇടുന്ന എഫേർട്ട്, അതിനോടുള്ള പാഷൻ, അത് മുഴുവൻ നമുക്ക് ഫീൽ ചെയ്യും. ഓരോ മാച്ചും കഴിയുമ്പോൾ അയ്യോ എനിക്ക് ഇതുപോലെയൊക്കെ ചെയ്യണമല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലത്തെ ഒരു അനുഭവമാണ്. പക്ഷേ ഫസ്റ്റ് സീൻ തൊട്ട് ഇന്നാ പിടിച്ചോ കബഡി എന്ന് പറഞ്ഞ് തരികയല്ല ചെയ്യുന്നത്. അതിങ്ങനെ പയ്യെ പയ്യെ നമ്മുടെ ഉള്ളിൽ ഒരു പാഷൻ ബിൽഡ് ചെയ്തിട്ടാണ്. നിങ്ങൾ പെലെ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയിൽ പെലെയുടെ ഒരു കുട്ടിക്കാലം മുതൽ ഇങ്ങോട്ടേക്ക് ഈ ഒരു സ്പോർട്സുമായി ചേർന്നിട്ടുള്ള അയാളുടെ ഒരു ജീവിതമുണ്ട്. അയാൾക്ക് അങ്ങോട്ടേക്ക് വരണമെന്നുള്ള അതിയായ ആഗ്രഹം ഉള്ളപ്പോഴും അയാളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളുണ്ടായിരുന്നു. മുന്നോട്ട് പോകാൻ, കയറി പോകാൻ, രക്ഷപ്പെട്ടു പോകാൻ അയാളെ പിന്നിലേക്ക് വലിച്ചിരുന്ന ഒരുപാട് കാരണങ്ങൾ ഇൻക്ലൂഡിങ് പൊളിറ്റിക്സ് ഒത്തിരി ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ നിന്നൊക്കെ അയാൾ കയറി വന്നിട്ടുള്ളൊരു ജേണിയാണ് ആ സിനിമയിൽ കാണിക്കുന്നത്. അതിഗംഭീര പടമാണ്. അതിൻ്റെ അകത്ത് മ്യൂസിക് റഹ്മാൻ ഇങ്ങനെ അറിഞ്ഞ് ചെയ്തു വെച്ചിട്ടുണ്ട്. ഗംഭീര പരിപാടി. അതിൽ ഒരു പോസ്റ്ററൊക്കെ ഈ സിനിമയിൽ പെലെയുടെ ഒരു പോസ്റ്ററൊക്കെ ഇങ്ങനെ കാണിക്കുമ്പോഴും ഞാൻ ആലോചിക്കുന്നത് ആ സിനിമ ഈ സിനിമയൊക്കെ ആയിട്ടുള്ള സിമിലാരിറ്റിയൊക്കെയാണ്. അതുപോലെ നമ്മുടെ ഉള്ളിൽ കബഡി ഇങ്ങനെ വളർന്ന് വലുതാവും. ഓരോ ആൾക്കാരും ഇതിനിട്ടിട്ടുള്ള എഫേർട്സ് എന്ന് വെച്ചാൽ ആ പ്ലേയേഴ്സായിട്ട് വരുന്ന ആളുകൾ അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഗംഭീര പരിപാടിയാണ്. പിന്നെ പറയേണ്ടത് മ്യൂസിക്കാണ്. നിവാസ് കെ പ്രസന്നയാണ് ഈ സിനിമയുടെ സംഗീതം ഒരുക്കിയിരിക്കുന്നത്. എജാതി വർക്കാണ് എജാതി വർക്കാണ്. അതായത് ഓരോ ഇമോഷനും നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ച് ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതുപോലെ തന്നെ ഇതിലെ പാട്ടുകളും ഒക്കെ ഭയങ്കര പവർഫുള്ളാണ്. സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പാട്ട് വരുന്നോ അല്ലെങ്കിൽ സ്കോറിൽ എന്തെങ്കിലും ചെയ്യുന്നതോ നമുക്ക് ഫീൽ ചെയ്യില്ല. ഒരു സ്ഥലത്ത് ഒരു ബീറ്റ് വന്നപ്പോൾ ഞാൻ ശരിക്കും എനിക്ക് തിയേറ്ററിൽ എണീറ്റ് നിന്ന് ആ ബീറ്റിനനുസരിച്ച് ഇങ്ങനെ തലയിങ്ങനെ ആട്ടണം തോന്നി. മറ്റേ മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേരെനിക്ക് ഓർമ്മ വരുന്നില്ല, കൊട്ടുന്ന തകിൽ സാധനമാണ്. അതിൻ്റെ ഒരു ബീറ്റ് ഇങ്ങനെ കയറി വരുമ്പോഴേക്കും എന്തൊരു രസമായിരുന്നു എന്നറിയോ. എന്ന് വെച്ചാൽ ആ ഇമോഷനാണ് ഞാൻ പറയുന്നത്. അത് നമുക്ക് ഫീൽ ചെയ്യുമ്പോൾ സ്ക്രീനിൽ നമ്മളൊരു സിനിമ കാണുന്നു, അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. പക്ഷേ ആ സിനിമയിൽ ആ സാധനം അവിടെ ഇടുന്നതിന് അവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ ഉള്ളിലുണ്ടാകുമ്പോൾ അതവർ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കുന്ന കാണുമ്പോഴൊരു ത്രില്ലുണ്ടല്ലോ, ഒരു സിനിമാ സ്നേഹിയുടെ ആനന്ദം. അത് ഞാൻ ശരിക്കും തിയേറ്ററിലിരുന്ന് എൻജോയ് ചെയ്തു. ഗംഭീര വർക്കായിരുന്നു. അതുപോലെ പറയേണ്ടത് ഇതിൻ്റെ ടോട്ടൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റ്. സുരേൻ ജി ആണ് ഇതിന്റെ ഓഡിയോഗ്രാഫി ചെയ്തിട്ടുള്ളത്. സുരേൻ ജിയും അലകിയ കൂതനും ചേർന്നാണ് ഇതിന്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഗംഭീര വർക്കാണ്. എന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഒരു വല്യപ്പൻ ഇങ്ങനെ കിടക്കുന്നു. സിറ്റുവേഷനിൽ ആ വല്യപ്പൻ കിടന്ന് കൂവി കാറി വിളിക്കും. പുള്ളിക്ക് വേറെ ശബ്ദമൊന്നും വരില്ല. എന്ന് പറഞ്ഞിട്ട് അലറി വിളിക്കും. ആ അലർച്ചയിൽ നിന്ന് തുടങ്ങിയിട്ട് ആ എൻറ്റയർ സീക്വൻസ് തീരുന്നത് വരെയും ഈ അലർച്ച, ഈ പുള്ളി നിർത്താതെ അലറുന്നുണ്ട്. പക്ഷെ ആ അലർച്ചയെ അവർ ബിൽഡ് ചെയ്തിടുമോ. അതിൽ നിന്ന് അവർ ഒരു സാധനം ഉണ്ടാക്കി അതിനിങ്ങനെ ഒരു ബീറ്റ് പോലെ പയ്യെ ഒരു സ്പേസ് ഇട്ടിട്ട് അതിൻ്റെ ഇടയിൽ വേറെ കുറേ എലമെൻറ്റുകൾ കൊണ്ടുവന്ന് അങ്ങനെ അന്നേരം കിട്ടുന്ന ആ ആംബിയൻ സൗണ്ടിനെ ഗംഭീരമായിട്ട് യൂസ് ചെയ്യാമെന്ന് പറയില്ലേ, അടിപൊളിയായിട്ട് ഈ സിനിമയിലുടനീളം അവരത് വർക്ക് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ കാണുമ്പോൾ അറിയുമ്പോൾ അയ്യോ ഇത് കൊള്ളാലോ പരിപാടി എന്ന് പറയുന്ന പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇതൊരു എക്സ്പീരിയൻസ് ആണ്. തിയേറ്ററിൽ ഇതിൻ്റെ ഓഡിയോ വിഷ്വൽ പരിപാടി എന്ന് പറയുന്ന ഒരു ഗംഭീര എക്സ്പീരിയൻസ് ആയിട്ട് അയാൾ ചെയ്തു വെച്ചിട്ടുണ്ട്. കളവൻ്റെ അലർച്ച മാത്രമല്ല, ഈ പറയുന്ന കബഡി മാച്ചിലും സൗണ്ടിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ വിഷ്വൽസ് എഴിൽ അരസ് കെ അദ്ദേഹമാണ് ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത്. ശക്തി തിരുവാണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത്. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന ഇമോഷൻസ് ഫീൽ ചെയ്യണം. ഈ പ്രേമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രേമ സീനുകളൊന്നുമില്ല. പക്ഷേ ആ പ്രേമം, അതിലുള്ള കോംപ്ലിക്കേഷൻസ്, അതിൻ്റെ ഒരു തീവ്രത അത് നമുക്ക് ഫീൽ ചെയ്യണം. അതുപോലെ തന്നെ ഈ ഓരോ മാച്ചും ഇവന് ജയിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. പിന്നെ ഇവനെ എല്ലാവരും ഏറ്റെടുക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവത്തിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഗെയിമിൻ്റെ സാധനം എല്ലാം വിഷ്വലി അവർ എടുത്തു വെച്ചിരിക്കുന്നത്, എഡിറ്റ് ചെയ്ത് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അടിപൊളിയായിട്ടാണ്. പിന്നെ എടുത്തു പറയേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആർട്ട് ചെയ്തിരിക്കുന്നതാണ്. കുമാർ ഗംഗപ്പനാണ് ഇതിൻ്റെ ആർട്ട് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഞാനത് ശ്രദ്ധിക്കുന്ന ഏറ്റവും അവസാനം ഒരു വെട്ടിക്കൊലപാതകം സീനുണ്ട്. ഈ സിനിമയിൽ ഒരുപാട് കൊലപാതകം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിമാരകമായിട്ടുള്ള വയലൻസ് ഒക്കെ ഉണ്ട്. അപ്പം അങ്ങനെയുള്ള സീനുകൾ കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് പോകരുത്. പക്ഷേ ആ വെട്ടിക്കൊലപാതകത്തിൽ അവർ കൊടുക്കുന്ന ഡീറ്റെയിലിംഗ് ഉണ്ട്. അതിപ്പോൾ ബ്ലഡ് ആണെങ്കിലും ബാക്കി സംഭവങ്ങൾ, ഇത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിയാത്തതുകൊണ്ടാണ് ഞാൻ ഒത്തിരി ഡീറ്റെയിലിങ്ങിലേക്ക് പോകാത്തത്. പക്ഷേ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവാൻ പോകുന്ന കാര്യങ്ങളുടെ ഒക്കെ ഡീറ്റെയിലിംഗ് ഗംഭീരമായിട്ട് അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. മേക്കപ്പ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കാലഘട്ടം 90-93 ആ ഒരു സമയമൊക്കെയാണ് കാണിക്കുന്നത്. അത് വളരെ ഗംഭീരമായിട്ട് അവർ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പൊളിറ്റിക്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വൺ സൈഡ് പൊളിറ്റിക്സ് അല്ല. അതായത് ഇപ്പോൾ കീഴ്ജാതിക്കാരെ മേൽജാതിക്കാർ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന ഒരു ടിപ്പിക്കൽ സാധനത്തിൽ നിന്ന് നിന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. അതായത് ഞാൻ ഇവിടെ നിൽക്കുകയാണ്, എനിക്ക് നിങ്ങളിലെ മനുഷ്യനെയും നിങ്ങളുടെ ടാലൻറ്റിനെയും ഒക്കെ മനസ്സിലാവുന്നുണ്ട്, ഞാൻ അതിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള ജന്മം കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു മര്യാദ ഉണ്ട്, അതിൽ നിന്ന് വിട്ട് കളിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞാൻ എന്ന് പറയുന്ന അയാളുടെ ഒരു സ്റ്റാൻഡും കൂടി അവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. വേറെയും കുറേ കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ എല്ലാവരും കൂടി ചേർന്ന് ഒപ്രസ് ചെയ്യുക
എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഇടയിൽ കുറേ ആളുകൾ അതിൽ നിന്നൊരു മാറ്റം വരാൻ വേണ്ടിയിട്ട്, കഴിവുള്ളവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് ഇടുന്നുണ്ട്. അപ്പോൾ അതിനെ കൂടി കണ്ടുകൊണ്ട് അത് ഭയങ്കര രസമായിട്ട്, പിന്നെ ഈ പറയുന്ന ജാതി പൊളിറ്റിക്സ് മാത്രമല്ല അവിടെ സംസാരിക്കുക, ജാതി, മതം, പണം, അതുപോലെ തന്നെ ഈ പ്രാദേശികവാദം, ഒരുപാട് എലമെൻറ്റുകളെ കൃത്യമായി തൊട്ട് തലോടിയാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. പിന്നെ ഇതിനകത്ത് ഒരുപാട് സിംബോളിക് പരിപാടികളൊക്കെ അവർ പിടിച്ചിട്ടുണ്ട്. കാലമാടനെ കൊണ്ടുവന്നിരിക്കുന്നത്, ഈ നായകൻ്റെ ഓട്ടമാണ് ആ ഓട്ടം, പിന്നെ ഈ കബഡി എന്ന് പറയുന്ന ഗെയിം, ഇതിനൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതൊക്കെയും അവർ അതിഗംഭീരമായിട്ട് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ എനിക്ക് എന്തെങ്കിലും ഒരു പോരായ്മ പറയാനുണ്ടെങ്കിൽ, അതായത് സിനിമ തുടങ്ങുന്ന സമയത്ത് നായകൻ്റെ ഒരു ഫസ്റ്റ് കബഡിയുണ്ട്. ആ കബഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു സ്കൂൾ പയ്യനാണ്, ആ സ്കൂളിലെ കബഡി ടീമുമായിട്ട് മത്സരിക്കുകയാണ്. അപ്പോൾ ബാക്കി എല്ലാവരുടെയും നിറം നല്ല കറുപ്പാണ്, നല്ല എന്താ പറയുക, ഭയങ്കര രസമാണ്. അവരുടെ ആ കരുത്തൊക്കെ നമുക്ക് ഫീൽ ചെയ്യാന്ന് പറയില്ലേ, അങ്ങനെയാണ്. അപ്പോൾ നായകനും ആ നാട്ടിൽ തന്നെയുള്ള ആളാണ്. അയാളുടെ സഹോദരി അവർ ടാൻ അടിച്ച് കാണിക്കുന്നുണ്ട്. നായകൻ അവിടെ ഇവിടെയായിട്ട് പല സമയത്തും ടാൻ ചെയ്തിട്ടാണ് ആ വേഷം അഭിനയിച്ചിരിക്കുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ പുള്ളിയുടെ കളറിലേക്ക്, അല്ലെങ്കിൽ ആ ടാൻ കുറച്ചിട്ട്, ഇപ്പോൾ മറ്റ് നടിമാരുടെ കാര്യത്തിലാണെങ്കിലും ആ ഒരു വേരിയേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യും. എന്തിനാണ് അത് ചെയ്തതെന്നുള്ളതാണ്. കറുപ്പിന് ആ ഒരു ഭംഗിയില്ലേ, കറുപ്പിന് ആ ഒരു കരുത്തില്ല. ഇപ്പോൾ ബൈസൺ, കാലമാടൻ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പഞ്ചിലേക്ക് വരുന്നൊരു ആർട്ടിസ്റ്റിനെ തന്നെ അത് ചെയ്യാൻ വേണ്ടി സെലക്ട് ചെയ്യാമായിരുന്നു എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ധ്രുവിക്രം അഭിനയിക്കാൻ വരുന്നു എന്ന് പറയുമ്പോൾ അതിന് കിട്ടുന്നൊരു സ്റ്റാർ വാല്യൂ, അനുപമ പരമേശ്വരൻ, രജിഷ വിജയൻ എന്നൊക്കെ പറയുമ്പോൾ അതിന് കിട്ടുന്നൊരു പഞ്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ പശുപതി അവിടെ നിന്ന് അർമതികണങ്ങര് എന്ന് പറഞ്ഞ പോലെ നല്ല കരുത്തുള്ള, ബാക്കി എല്ലാവരും ആ ഒരു കളർ ടോണിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവരെ മാത്രം കുറച്ച് ടോൺ ഡൗൺ ചെയ്ത് അഭിനയിപ്പിക്കുകയായിരുന്നു. ഞാൻ പറയുന്നത് റെപ്രസെൻറ്റേഷൻ്റെ ഒരു ഇഷ്യൂ അവിടെയുണ്ട്. പക്ഷേ റെപ്രസെൻറ്റേഷനേക്കാൾ നമുക്കറിയാം ഇതിങ്ങനെയാണ്. പിന്നെ എന്തിനാണ്, എന്നാൽ പിന്നെ അവരങ്ങനെ തന്നെ അഭിനയിച്ചോട്ടെ. അതായത് ഇന്ന ജാതിക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ നിറം ഉണ്ടാവുള്ളൂ എന്ന് പറയുന്ന പോലത്തെ പരിപാടിയൊന്നുമില്ലല്ലോ. അപ്പം ആ ഒരു കാര്യം എനിക്ക് സിനിമ കാണുന്ന ഉടനീളം പല സമയത്തും ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് കൂടെ നിൽക്കുന്ന ആൾക്കാരും, അതുപോലെ ഈ നായകൻ മാത്രം ഇങ്ങനെ എടുത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ഈ പെൺകുട്ടികൾ മാത്രം ഇങ്ങനെ എടുത്ത് നിൽക്കുന്നു എന്ന് പറയുന്നതിലുണ്ട്. പക്ഷേ അത് തമിഴ് സിനിമ കൾച്ചറിൽ നമ്മൾ വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഈവൻ നമ്മുടെ നാട്ടിലും സിനിമയിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. സാമ്പത്തികമായി കുറച്ച് കുറഞ്ഞു പോകുന്നു, അല്ലെങ്കിൽ ജാതീയമായി താഴെയാണെങ്കിൽ അപ്പം പിടിച്ച് കറുപ്പിച്ചോളെ. കഴിഞ്ഞ ദിവസം ഒരുപാട് വേഷങ്ങളൊക്കെ മലയാള സിനിമയിൽ ചെയ്യുന്ന ഒരു അഭിനേത്രി എന്നോട് സംസാരിച്ചതാണ്. അവരുടെ വേഷം വിധവ വേഷമാണ്. അത് അവർ അങ്ങനെ വേറെ കാര്യങ്ങളൊന്നുമില്ല, അവർ വിധവയാണെന്നേ ഉള്ളൂ. അപ്പം തന്നെ ടോൺ ചെയ്ത് കണ്ണിൻ്റെ താഴെയൊക്കെ കരിയൊക്കെ വരച്ച് വെച്ച് അങ്ങനെ ഒരു ഭയങ്കരമായിട്ട് ഈ സങ്കടം വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ ദാരിദ്ര്യത്തിലുള്ള ആൾക്കാർ, അതും അല്ലെങ്കിൽ ജാതിയിൽ താഴെ നിൽക്കുന്ന ആളുകൾ, ഇവരൊക്കെ ഈ കളറിലേക്ക് ഇങ്ങനെ വരണം എന്ന് പറയുന്ന പോലത്തെ ഒരു സംഭവമുണ്ട്. അതെന്തിനാണ് അങ്ങനെ? അത് നമുക്ക് വേറെ തന്നെ സംസാരിക്കാനുള്ളൊരു വലിയ വിഷയമാണ്, നമുക്ക് എപ്പോഴെങ്കിലും അഡ്രസ്സ് ചെയ്യാം. പക്ഷേ ഈ പറയുന്നൊരു കാര്യത്തിനെ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെർഫോമൻസ് വൈസും സിനിമ തരുന്ന, തിയേറ്ററിൽ തരുന്ന ഒരു എക്സ്പീരിയൻസ് വൈസും എന്നെ സംബന്ധിച്ച് അടിപൊളി പരിപാടിയായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ദൈർഘ്യമുണ്ട്. 3 മണിക്കൂറിന് 12 മിനിറ്റിൻ്റെ കുറവ് മാത്രമേ സിനിമയിലുള്ളൂ. ഇടയ്ക്കൊക്കെ അത് ഫീൽ ചെയ്യും, ഇടയ്ക്ക് 1-2 സ്ഥലങ്ങളിൽ മാത്രം. പക്ഷേ ബാക്കി സംഭവങ്ങളൊക്കെ പൊളിയാണ്. ആ കബഡി മാച്ചിലേക്ക് വരുമ്പോൾ പിന്നെ ഇയാൾ ഇടുന്ന കുറേ എഫക്റ്റുകളൊക്കെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഷോട്ടുകളൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്തൊക്കെ കാണിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഇമോഷനില്ലേ. നിങ്ങൾ വാഴ എന്ന് പറയുന്ന സിനിമയുടെ ക്ലൈമാക്സ് കണ്ടപ്പോൾ എങ്ങനെയാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്തത്, അത് *10 ആണ് ഈ സിനിമയിലെ മറ്റു പല രംഗങ്ങളും നമുക്ക് കാണുമ്പോൾ ഫീൽ ചെയ്യുക, എന്നെ സംബന്ധിച്ച് കേട്ടോ. പക്ഷേ ഈ പറയുന്നത് മുഴുവൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. സിനിമ ഓരോരുത്തർക്കും ഡിഫറൻ്റ് ആണ്. നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.